ഹലോ എല്ലാരും പറയണോ മൂക്ക് മൊത്തം കുരു ഗൈസ് അവൻ പോയിട്ടില്ല. എല്ലാരും പറയണോ സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഗൈസ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കായിരുന്നു. അപ്പൊ സമയം എത്രയാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 5 മണി, ഓക്കെ 5 മണിയായിട്ടുള്ളൂ. നല്ല ഉറക്കം. ഞാനിപ്പോൾ തന്നെ എണീറ്റിട്ട് ഞാൻ അതുപോലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് 2-3 ആൾക്കാരെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു നടന്നു. മറ്റേ എന്താ സുജിനെ ഒരു വോയിസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആരെ തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് 2 യൂട്യൂബ് ചാനലുകാർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ഞാനിതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല, കണ്ടു. അത് വോയിസ് എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കി. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഞാൻ തെറി വിളിച്ചു, ഞാൻ മറ്റേ അത് പൈസ പോട്ട് വിളിച്ചപ്പോൾ ഞാൻ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഇട്ടുള്ളത്. ഇപ്പോൾ വിരത്തിക്ക് എനിക്ക് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ അതിന് മുന്നേ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും വീഡിയോ ചെയ്യുന്നത് അവരവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്കാരും റീച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി വെറുതെ ഇതാക്കണമെന്നില്ല. ഇപ്പോൾ മറ്റേ മല്ലു ഫാമിലി എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടും എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടും ഇതാക്കിയിട്ടൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയില്ലേ, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയുള്ള രീതിക്കുള്ള മറ്റേ ടൈറ്റിലുകളും അല്ലെങ്കിൽ തമ്പലിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതിൽ അറിയാലോ, ഇപ്പോൾ കൈസ് എന്നോട്ട് ഒരുത്തനാണ് മറ്റേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് മറ്റേ വീഡിയോസ് ഇട്ടതിൽ ഒരു വോയിസ് ഉണ്ട്, നായ കുറയ്ക്കണം. അപ്പൊ അതില് ആ വോയിസ് ഇട്ടിട്ടുണ്ട്. അത് സത്യം എന്താണ് ആർക്കും അറിയില്ല. അപ്പൊ എല്ലാവർക്കും എന്തറിയോ, ഓരോരുത്തർ മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ എന്നെ പറ്റിയിട്ടെന്നല്ല, ഇപ്പൊ എന്തൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാളെ പറ്റിയാണ് പറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് മറ്റേ ട്രോളുന്ന ആൾക്കാർ പറയുന്നതാണ് ശരി എന്നാണ് ഇവിടെ ഉള്ള ചില ആൾക്കാരുടെ വിചാരങ്ങൾ. അങ്ങനെയാണ് എന്ത് മറ്റേ അവൻ പറഞ്ഞത് അത് സത്യമാണ്, അങ്ങനെയാണ് എന്നാണ് ചില ആൾക്കാരുടെ ആ ഒരു ധാരണ. ചില ആൾക്കാർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇത് കിട്ടണൊക്കെ പല ആൾക്കാരും ചെയ്യും. ഇപ്പൊ ആ ഒരു കൈസിന്റെ വീഡിയോയില് ഇട്ടപ്പോ അവന്റെ ഒരു നമ്പർ വന്ന എന്റെ കയ്യിൽ. ഞാനിപ്പോ ആ നമ്പർക്ക് 2 വട്ടം വിളിച്ചു ഗൈസ്. വിളിച്ചപ്പോ തന്നെ നമ്പർ ബ്ലോക്ക് ആക്കി. അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ സൈഡ് നിങ്ങൾ കണ്ടോക്കി. ഞാൻ വിളിച്ചത് നമ്പർ ഐ ഡി കാണിച്ചത് കണ്ടോക്കി. കട്ട് ചെയ്തല്ലോ. പിന്നെ അത് ഫുള്ള് ചേർന്നിട്ടില്ല. അതിന്റെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. പേടിച്ചോ? നമ്പർ ആദ്യം കോള് പോയി, കട്ട് ചെയ്തു, ലാസ്റ്റ് ബ്ലോക്ക് ചെയ്തു. കട്ടാക്കിയല്ലോ. മനസ്സിലായി തോന്നുന്നു. മനസ്സിലായി തോന്നുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തു. കൈസിനാ വിളിക്കുന്നത്, പേടിച്ചു തോന്നുന്നു. കൈസ് 2 അമ്മ ബ്ലോക്ക് ചെയ്തു അല്ലേ? പേര് കാണിച്ചിട്ടുണ്ടാവും, കാണിക്കണ്ടാവും. എന്തിനാ പേടിക്കാനുള്ളത്? ഇപ്പോ നമുക്കൊന്ന് വാട്സാപ്പിൽ വിളിച്ചു നോക്കാം കേട്ടോ. വാട്സാപ്പിൽ വിളിച്ചു നോക്കാം. വാട്സാപ്പിൽ നമ്പർ സേവ് ആക്കിയുള്ളൂ. ഗൈസ് ഇത്രയും പേടിയുള്ള ആൾക്കാർ എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്യാൻ നിൽക്കണം? ചൂടുണ്ടോ? എന്താ അടിച്ചോട്ടെ. നമ്മള് വാട്സാപ്പ് കോളാണ്. റിങ് കാണിക്കണ്ടോ? റിങ് കാണിക്കണ്ടല്ലേ? അധികം എടുക്കുന്നാവോ? ബ്ലോക്ക് ആക്കും തോന്നുന്നുണ്ടെങ്കിൽ. ഞാൻ ഇട്ടാ കേട്ടോ. എടുക്കണില്ല ഗൈസ്, ഫോൺ എടുക്കില്ല. 2 നമ്പറിന്ന് അടിച്ചു, 2 നമ്പറിന്ന് ബ്ലോക്ക് ആക്കി ഒറ്റയടിക്ക്. കട്ടാക്കല്ലേ? ഫസ്റ്റ് ടൈം വിളിക്കുന്നത്. ഫസ്റ്റ് ടൈം വിളിക്കണേ. ഇല്ല, എടുക്കണില്ല ഗൈസ്, ബ്ലോക്ക് ചെയ്തു. ഇവളോ ഭയമാ. പേരുണ്ട് ട്രൂ കോളർ അല്ലേ? ബ്ലോക്ക്
ഓക്കെ ബ്ലോക്ക് ചെയ്തു യെസ് ബ്ലോക്ക് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇത്ര പേടിയാണ്. ഇവനാണ് വീഡിയോ ചെയ്ത് നടക്കുന്ന ആള്. 2 നമ്പറിന്ന് ബ്ലോക്ക് ആക്കി കേട്ടോ. 1 നമ്പറിന്നല്ല 2 നമ്പർ ബ്ലോക്ക് ആക്കി. എനിക്ക് 2 നമ്പർ ഉണ്ട്. ആ 2 നമ്പറിന്ന് ഞാൻ വിളിച്ചു. 2 നമ്പറിന്ന് ബ്ലോക്ക് നമ്പർ കാണിക്കണ്ട സബ്സ്ക്രൈബേഴ്സ് വിളിക്കുക, ഫാൻസ് വിളിക്കുകയാണെങ്കിൽ 2 നമ്പറൊന്നും കൊടുത്തിട്ടുണ്ട്. 2 കേട്ടോ ബ്ലോക്ക് ചെയ്തു. പേടിയുള്ള ആളാണ്. ഞങ്ങൾ വെറുതെ ജസ്റ്റ് വിളിക്കാൻ വേണ്ടിട്ടായിരുന്നു. കാര്യം ഒന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ? അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ജസ്റ്റ് വിളിച്ചും സംസാരിക്കാൻ വിചാരിച്ചാ ഇത്ര പേടിയ ചെക്കന് കേട്ടോ. ഞാൻ 2 വട്ടം വിളിച്ചു പോ. ആ വിളിച്ച അപ്പൊ തന്നെ എന്റെ 2 നമ്പറിന്ന് വിളിച്ചു. അതായത് ഞാൻ ട്രൂ കോളർ ഉപയോഗിക്കും. ട്രൂ കോളറിൽ പേര് കറക്റ്റായിട്ട് കാണിക്കും. വിളിച്ച അപ്പൊ തന്നെ ആ 2 നമ്പറിലും ടക്കണ് ബ്ലോക്ക് ആക്കി. അതുകൊണ്ട് നമ്പറാണ്. 2 നമ്പറിന്ന് ബ്ലോക്ക് ആക്കി. എന്താ വെച്ചാൽ എനിക്കറിയില്ല. ഓക്കെ. ഇത് ആ വിളിച്ച റെക്കോർഡ് അല്ലേ, അത് തെറി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് അങ്ങോട്ട് പറയൊരു കാരണുണ്ട്. അവൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തെറി പറഞ്ഞത്. അത് വീട്ടുകാരൻ. അതെ സത്യം പറഞ്ഞ ആദ്യം പറഞ്ഞ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ല. പക്ഷെ റെക്കോർഡ് ഉണ്ട്. ഞങ്ങളെത്തുള്ള റെക്കോർഡ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അത് ഇങ്ങോട്ട് തെറി പറഞ്ഞതിനാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. അല്ലാണ്ട് ഒരാൾ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇപ്പൊ സോമാന്യം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ എന്തായാലും ഒരാൾക്ക് വിളിച്ചിട്ട് ഹലോ അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും കൊള്ളപ്പോൾ തെറി പറയോ? ആരും പറയില്ല. ചോറിനാണോ ഒരുത്തനും പറയില്ല. ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരുത്തനും ഓരോന്നും പറയില്ല. എനിക്കിപ്പോ തോന്നുന്നതാണ് ഇപ്പൊ എനിക്ക് വിളിച്ചിട്ടുള്ളത് ചിലപ്പോ ഇനി കൈസന്റെ വല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വല്ല ഫ്രണ്ട്സ് സംശയമില്ല ഇല്ല. കാരണം ഞാൻ അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവനെ വിളിച്ചാണ് ഇപ്പൊ. പക്ഷെ ഫോൺ എടുത്തില്ല. ഓനെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എടാ മോനെ നീ എനിക്ക് വിളിക്കിട്ടോ. ഞാനൊക്കെ വിളിച്ച് 2 നമ്പർ ഒരേ ടൈമിൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ആ 2 നമ്പറും എന്റെയാണ്. നിനക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് തിരിച്ച് വിളിക്കണം. ഓക്കെ. ചുമ്മാ സംസാരിക്കാനാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. അപ്പോ എന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഫോണിക്ക് ഒരാൾ വിളിച്ചിട്ട് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ചൂടാവുന്നൊന്നുമില്ല. പിന്നെ അവൻ ആ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഗെയിം ഫേക്കാണ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ് ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ അതിന് മുന്നേ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കളിച്ച് നോക്കി എനിക്കത് ഓക്കെ ആണ് എന്ന് തോന്നിയതിന് അപ്പുറമാണ് ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. കുറെ ആൾക്കാർ എനിക്ക് വിളിച്ചതിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതും അവർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചതും അങ്ങനെയുള്ള കുറേ സംഗതികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത്ര ആൾക്കാർക്ക് പൈസ കിട്ടിയതല്ലോ. പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ ബെറ്റിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് എന്നുള്ളതിന് ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഈ പറഞ്ഞ ഇവൻ തന്നെ ചിലപ്പോൾ കളിക്കണ്ടായിരിക്കും. കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. അതായത് അതിന്റെ ഒരു നെഗറ്റീവാണ്. ഇപ്പൊ ഞാൻ ആ വോയിസിനെ പറ്റിയാണ് പറയണത്. ആ വോയിസ് അതിന്റെ തുടക്കത്തിൽ ഇങ്ങോട്ട് വിളിച്ചപ്പോ പറഞ്ഞ ഒരു വോയിസ് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതൊന്ന് കണ്ടു നോക്കിക്കോളാം ആദ്യം. ഹലോ അടിച്ച് കണ്ണ തിരിച്ചു പറഞ്ഞപ്പോ കാണിച്ചു നിങ്ങളെ അതിന്റെ മോനെ സുജിനോടും പറഞ്ഞാൽ ഇതാണ് ആ വോയിസ്. കണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് തെറി പറയുന്ന ഒരാളേനെ നമ്മൾ കേട്ട് നിൽക്കണോ? ഞാനത് ഗാന്ധിജിയോ ഇവിടെ കിട്ടി ഇവിടെ കാണിച്ചു കൊടുക്കാൻ. ഇങ്ങോട്ട് ആര് പറഞ്ഞാലും തിരിച്ചു മറുപടി കൊടുക്കും. അത് ഞാനാണെന്നുണ്ടെങ്കിലും മറുപടി കൊടുക്കും. കാരണം നമുക്ക് അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു പേടിയില്ല. അങ്ങനത്തെ യാതൊരു പേടിയില്ല. നമ്മുടെ ഫോണിക്ക് വിളിച്ചിട്ട് തെറി പറഞ്ഞാൽ നല്ല തിരിച്ച് പറയാനും അറിയാം. അതിനിപ്പോൾ എന്താ തിരിച്ചതാക്കേണ്ടത് ചൈനകളെല്ലാം വേണം. ഇനിയിപ്പോ ഞാനൊന്ന് തെറി പറഞ്ഞു കേസ് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ കേസ് കൊണ്ട് മുന്നിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് പറ്റും. നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ തെറ്റ് ചെയ്തു എന്ന് 100% ബോധമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പേടിച്ച് ഓടി വിളിച്ചാൽ മതി. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കില്ല. കാരണം എനിക്ക് അങ്ങനത്തെ യാതൊരു ഇതും ഇവിടെ ആയിട്ടില്ല. മറ്റുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ഇത്രത്തിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും നമ്മളവർ ആ വീഡിയോസ് ഇട്ടിട്ടും ഇതാക്കിയിട്ടും വേണ്ടി പോവാണ്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതാക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങൾ കേസ് വരെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഇന്റെ വോയിസ് ഇട്ടതിലാണ് ഇന്റെ വോയിസ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് കൈസ് അവന്റെ തമ്പലൈന് കൊടുത്തതില് എന്റെയും അതുപോലെ തന്നെ പെങ്ങളെയും വൈഫിന്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എന്റെ മാത്രം കൊടുത്താൽ മതി. എന്തിന് അവർ രണ്ടാളും കൊടുത്തു? ഇതിപ്പോ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. കുറ്റം പറയാനായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതെല്ലാം കുറ്റം, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കും. ഇപ്പൊ എന്നെ മാത്രമാണ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ? കാരണം അവളേനെ അവരെന്തിട്ടുന്നു അതാവശ്യമില്ല. എന്റെ മാത്രം ഫോട്ടോ കൊടുത്താൽ മതി. പക്ഷെ അതങ്ങനെ റീച്ച് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ വേറൊരുത്തും വീഡിയോസ് ഇട്ട് കണ്ടു. ഇപ്പൊ ഞാൻ
അവരുടെ പേര് എനിക്കറിയില്ല. മറ്റേ കണ്ടു ഞാൻ വീഡിയോസ് കണ്ടു. ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ അത് എന്താ വോയിസ് കേൾക്കാൻ വേണ്ടി കണ്ടു. അതില് മല്ലൂഫ് എന്താ സുജിൻ പോലീസ് പിടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ എംബ്ലൊക്കെ കൊടുത്തിട്ടുണ്ടോ. എന്തിനാ പോലീസ് സ്റ്റേഷൻ എംബ്ലം കൊടുത്തിട്ടുണ്ട്? പോലീസ് പിടിച്ചിട്ടുണ്ടോ? അപ്പൊ പോലീസ് പിടിയില്ല പക്ഷെ ഇത്രത്തിനുണ്ട് എന്തറിയോ, മറ്റുള്ളവർക്ക് നമ്മളെ വെച്ച് റീച്ച് ഉണ്ടാക്കുക, വ്യൂ കൂട്ടുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോ അല്ലേ, ഈ വീഡിയോക്ക് ചിലപ്പോൾ അവർ നാളെ ഞാൻ റിയാക്ട് ചെയ്യും. അവർക്ക് നാളെ ഇതൊരു കണ്ടന്റ് ആണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ അവരെന്നെ തൊട്ടിപ്പുറത്ത് ഇന്റെ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ നാളെ അല്ലടാ അങ്ങനെ ഇങ്ങനെയൊക്കെ അവരും പറയും. കാരണം അവർക്കും അതൊരു കണ്ടന്റ് ആണ്. അതാ നായ കൊറിക്കൊണ്ട കേസ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ കേട്ടോ. അപ്പൊ ഞാൻ എത്ര പറഞ്ഞുള്ളൂ, എല്ലാവരും അവരവർക്കുള്ള റീച്ചാണ്, അല്ലാണ്ട് വേറൊന്നും. ഇപ്പൊ നോർമലായിട്ട് മല്ലു ഫാമിലി സുജിന് ഇങ്ങനത്തെ ഒരു ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വോയിസ് തെറി പറഞ്ഞു, അങ്ങനെ നോർമലായിട്ട് ടൈറ്റിൽ എഴുതിയിട്ടൂടെ? അതിന് റീച്ച് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെ ഫോട്ടോ കൊടുക്കലും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ തമ്പലേന് കൊടുക്കലും, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിന് മോശം എന്ന് പറയുള്ളതല്ല. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ കാര്യം മാത്രം തന്നെ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്കതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല. ആ തെറി പറഞ്ഞ കാര്യത്തിനെ പറ്റി അത്രേ പറഞ്ഞുള്ളൂ. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അതിപ്പോ ഞാൻ പറയല്ലേ, അതാര് വിളിച്ചാലും അത് ഞാൻ തിരിച്ചു വിളിക്കും. അതിനിപ്പോ ഞാൻ ആരാണെന്നുണ്ടെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കും. കാരണം നമുക്ക് അങ്ങനത്തെ യാതൊരു പേടിയില്ല. പിന്നെ ആ ഒരു ഗെയിമിനെ പറ്റിയിട്ട് അതിൽ വേറെ വോയിസ് കേട്ടു. ചെറുപ്പശ്ശേരിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുജിന്റെ വീട്ടിലേക്ക് ഇല്ലേന്ന്. എന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ഞാൻ ചെറുപ്പശ്ശേരി തന്നെ ഉണ്ട് കേട്ടോ. എന്റെ വീട്ടിൽ കൊണ്ട് ഒരു ആവശ്യമില്ല. എന്റെ നമ്പർ അറിയുന്ന ആൾക്കാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. ഇപ്പൊ എന്നെ കാണുമെന്ന് പറഞ്ഞാലും ഞാൻ ചെപ്പശ്ശേരി ഉണ്ടായിരിക്കും. അങ്ങനെ എന്നെ കാണണം എന്നുള്ള ആൾക്കാർ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം, യാതൊരു കുഴപ്പമില്ല ഗൈസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിളിച്ച ഈ റെക്കോർഡുള്ള ചങ്ങായില്ലേ, അതായത് ആളുടെ എവിടെ സ്ഥലം എവിടെ വെച്ചു, അയാളൊരു പൊട്ടനാണ്. കാരണം അയാൾക്ക് എന്തോ തലയ്ക്കെന്തോ സ്ഥിരത കമ്മി ഉണ്ട്. കാരണം അയാൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ സ്ഥലം ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വന്ന് കാണാറുണ്ടോ. അപ്പൊ ആള് ഞങ്ങൾക്ക് പറഞ്ഞു കൊച്ചിയാണ് പറഞ്ഞു അല്ലേ, കൊച്ചിയാണ് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, നമുക്ക് അങ്ങോട്ട് പോയോ, അല്ലെങ്കിൽ ഞങ്ങളോട് വരാറോ. അതിൽ പറഞ്ഞു നീ എവിടെ സ്ഥലം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. കാരണം അത് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല ഗൈസ്, അതുണ്ടായത്. അതില് എവിടെ സ്ഥലം, അതെ. അതിലാള് പറഞ്ഞു ചെറുപ്പശ്ശേരിയാണ് പറഞ്ഞു ഞാൻ. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ വരാറുണ്ട്. അപ്പൊ വാ ബ്രോ ചെറുപ്പശ്ശേരി വിളിക്കുക. അതിലൊരു ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോക്കല്ല ആവശ്യം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കി. അപ്പൊ ഞങ്ങൾ ലൊക്കേഷൻ അയച്ചാൽ അവർ ചെറുപ്പശ്ശേരി ലൊക്കേഷൻ ഇട്ടാൽ മതി. നേരെ ചെറുപ്പശ്ശേരി വന്നു കഴിഞ്ഞാൽ അറിയാറുന്നു. ചെറുപ്പശ്ശേരി വിളിച്ചാൽ ചെറുപ്പശ്ശേരി ഉണ്ട് പറഞ്ഞു. അതിലോ വന്നിട്ട് ഒരു 10-20 മിനിറ്റില്ലേ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചു പറയാണ് എവിടെ ഞങ്ങൾ ചെപ്പശ്ശേരി എത്തിയെന്ന്. കാരണം കൊച്ചിയുടെ കിടക്കുന്നത് ഇവിടെ 100-100 ചില്ലാനും കിലോമീറ്ററിൽ അവിടെ നിന്ന് അപ്പൊ തന്നെ ഞങ്ങൾ പിന്നെ ഫോൺ കട്ടാക്കി. കാരണം അവൻ എന്തോ ഒരു പ്രശ്നമുള്ള കാരണം ഞങ്ങൾക്ക് തോന്നിയെന്നറിയോ, നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വിളിച്ചിട്ട് കണ്ടന്റ് ആക്കുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അവൻ എന്നെ തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ തിരിച്ച് തെറി വിളിച്ചത്. ഞാൻ നല്ലോണം തെറി വിളിച്ചു കേട്ടോ, മോശത്തിലും നല്ല വിളിച്ചു ഞാൻ. അങ്ങനെ ആ വീഡിയോസ് ഇട്ടേല് കീ ശബ്ദം കൊടുത്തിട്ടില്ലേ, അതൊന്നും അറിയാം. അവനൊരു ശരിക്കും ഡാച്ച കിട്ടിയായിരുന്നു. അതാണ്. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെ ഓരോരുത്തർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വിളിക്കുക, ഇതാക്കൊക്കെ ചെയ്യാണ്. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഇതിനെ പറ്റി ഇനി വേറൊന്നും പറയല്ല. അപ്പൊ എന്തായാലും ഇതാണ് സംഗതി. ഇതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും പറയല്ല. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, ഇതിനെപ്പറ്റി ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ കാത്തിരിക്കായിരിക്കും. മക്കളെ നിങ്ങൾ ചെയ്യണം, വെയിറ്റിംഗ്. നിർബന്ധം കളിക്കണം. അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്.